നമസ്കാരം. കനേഡിയൻ താളുകളിലെ സായാഹ്ന വിശേഷങ്ങളിലേക്ക് എല്ലാ കനേഡിയൻ മലയാളികൾക്കും സ്വാഗതം. ക്യൂബയിലേക്ക് കനേഡിയൻ പടക്കപ്പലും. റഷ്യൻ യുദ്ധക്കപ്പലുകൾ ക്യൂബൻ തീരങ്ങളിൽ നങ്കൂരമിട്ട വാർത്ത ആശങ്കയോടെ നിരീക്ഷിച്ച കാനഡ തങ്ങളുടെ കപ്പലുകൾ കൂടി ഹവാന തീരത്തേക്ക് അയക്കുന്നതിന് റോയൽ കനേഡിയൻ നേവിയുടെയും കനേഡിയൻ ജോയിൻ്റ് ഓപ്പറേഷൻസ് കമാൻഡിൻ്റെയും ഉപദേശപ്രകാരം പ്രതിരോധ മന്ത്രി ബിൽ ബ്ലെയർ അംഗീകാരം നൽകി. 2016 ശേഷം കാനഡയുടെ നാവികസേനയുടെ ആദ്യത്തെ ക്യൂബ സന്ദർശനമാണിത്. കാനഡയും ക്യൂബയും തമ്മിലുള്ള ദീർഘകാല ഉഭയകക്ഷി ബന്ധത്തിൻ്റെ അംഗീകാരമായാണ് കാനഡയുടെ തുറമുഖ സന്ദർശനമെന്ന് കനേഡിയൻ ജോയിൻ്റ് ഓപ്പറേഷൻസ് കമാൻഡ് അറിയിച്ചു. അധികരിച്ചു വരുന്ന ഉക്രൈൻ റഷ്യൻ സംഘർഷത്തിൽ അമേരിക്കയുടെയും കാനഡയുടെയും ഉക്രൈൻ അനുകൂല നിലപാട് റഷ്യയെ ചൊടിപ്പിച്ചുവെന്ന് വ്യക്തമാക്കുന്നതാണ് റഷ്യൻ നാവികസേനയുടെ ക്യൂബ സന്ദർശനം വ്യക്തമാക്കുന്നത്. എന്നാൽ എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ തങ്ങൾ ശക്തരാണെന്ന് കനേഡിയൻ പ്രതിരോധ വൃത്തങ്ങൾ അറിയിച്ചു. വാഹനമോഷണം തടയാൻ പുതിയ പദ്ധതിയുമായി ഫെഡറൽ സർക്കാർ. കാനഡയിലെമ്പാടും വർദ്ധിച്ചു വരുന്ന വാഹനമോഷണം തടയാൻ ഫലപ്രദമായ പദ്ധതികളൊരുക്കി ഫെഡറൽ സർക്കാർ. പോലീസ് സേനയിൽ വാഹനമോഷണ അന്വേഷണങ്ങൾക്കും പ്രതിരോധത്തിനുമായി കൂടുതൽ അംഗങ്ങളെ ഉൾപ്പെടുത്താനും മോഷ്ടിച്ച കാറുകൾ രാജ്യാന്തര തലത്തിൽ വിനിമയം നടത്താതിരിക്കാൻ തുറമുഖങ്ങളിൽ കൂടുതൽ നിരീക്ഷണം ഏർപ്പെടുത്താനും രാജ്യാന്തര വാഹന സർവീസിംഗ് നടത്തുന്ന കണ്ടിന്റുകൾ കർശന നിരീക്ഷണത്തിൽ ആക്കുന്നതിനും കാനഡ ബോർഡർ സർവീസസ് ഏജൻസിയെ ചുമതലപ്പെടുത്തി. അന്താരാഷ്ട്ര തലത്തിൽ ഉയർന്ന ആശങ്കകളുടെ അടിസ്ഥാനത്തിൽ വിളിച്ചുകൂട്ടിയ ഉച്ചകോടിയിലാണ് വ്യാപകമായ കാർ മോഷണങ്ങൾ തടയാൻ നടപടികൾ പ്രഖ്യാപിച്ചത്. ഉക്രൈനിലെ കുട്ടികളുടെ കൂട്ടക്കുരുതിക്ക് റഷ്യ ഉത്തരം പറഞ്ഞേ മതിയാകൂവെന്ന് ജസ്റ്റിൻ ട്രൂഡോ. ആയിരക്കണക്കായ നിരപരാധികളായ ഉക്രൈൻ കുട്ടികളുടെ കൂട്ടക്കുരുതിക്കും ക്രൂരമായ അധിനിവേശത്തിനും റഷ്യ മറുപടി പറഞ്ഞേ മതിയാകൂവെന്ന് ജസ്റ്റിൻ ട്രൂഡോ 90 രാജ്യങ്ങൾ പങ്കെടുത്ത ഉച്ചകോടിയിൽ അഭിപ്രായപ്പെട്ടു. ലോകത്തെവിടെയും യുദ്ധത്തിൻ്റെ ഇരകളാവുന്നത് സ്ത്രീകളും കുട്ടികളുമാണെന്നും യുദ്ധം തുടങ്ങിയതു മുതൽ ഈ ദിവസം വരെ കാണാതാവുകയോ കൊല്ലപ്പെടുകയോ തട്ടിക്കൊണ്ടുപോവുകയോ ചെയ്ത 20,000-ഓളം ഉക്രൈനിയൻ കുട്ടികളുടെ വിലാപത്തിന് റഷ്യ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഉക്രൈനിൽ പീഡ അനുഭവിക്കുന്നവർക്കായി കാനഡ $54.4 മില്യൺ സമാശ്വാസ പദ്ധതിയും ചടങ്ങിൽ പ്രഖ്യാപിച്ചു. LCBO പണിമുടക്കിലേക്കെന്ന് സൂചന. ഓൺടാരിയോ പബ്ലിക് സർവീസ് എംപ്ലോയീസ് യൂണിയൻ അംഗങ്ങൾക്കിടയിൽ നടത്തിയ വോട്ടെടുപ്പിൽ ഏതാണ്ട് 97% തൊഴിലാളികൾ പണിമുടക്കിന് അനുകൂലമായി പ്രതികരിച്ചതോടെ LCBO പണിമുടക്കിലേക്ക് നീങ്ങുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുകയാണ്. ഡക്ഫോർഡ് അടുത്തിടെ പ്രഖ്യാപിച്ച നിർബന്ധിത പേപ്പർ ബാഗ് ഉപയോഗമടക്കം തങ്ങൾക്ക് അനുയോജ്യമല്ലാത്ത കിരാത ഉത്തരവുകൾ പിൻവലിക്കണമെന്നും ജീവനക്കാരുടെ ക്ഷേമകാര്യങ്ങളടക്കം അടിയന്തര ശ്രദ്ധ ഉണ്ടാവണമെന്നും ആവശ്യപ്പെട്ടാണ് സമരപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കനേഡിയൻ സായാഹ്ന വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. ഇത് നിങ്ങളിലേക്ക് എത്തിച്ചത് പോളാരിസ് ഡെന്റൽ, ബ്രാംപ്ടൺ, ലത മേനോൻ, ബാരിസ്റ്റർ സോളിസിറ്റർ ഓഫ് മേനോൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, കേരള കരി ഹൗസ്, മിസിസാഗ, ജോജോ അഗസ്റ്റിൻ റിയൽ എസ്റ്റേറ്റ് ബ്രോക്കർ. എല്ലാവർക്കും നല്ലൊരു സായാഹ്നം നേർന്നുകൊണ്ട് കനേഡിയൻ താളുകൾക്ക് വേണ്ടി ഗാഥാ പ്രകാശ്.